ഇവിടെ ഒരു കമ്പനിയിൽ അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് 150 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഗ്രൈൻഡിംഗ് മില്ല് 50 തവണ കറക്കാൻ പറയുന്നു. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരെ കൊന്നുകളയും. ജോയും അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനാവാതെ കൊല്ലപ്പെട്ട ഒരാളുടെ തലയോട്ടി അവിടെ കണ്ട ജോ പേടിച്ച് അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന ആഗ്രഹത്തോടെ ആ മില്ല് കറക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ ദിവസം ജോ 50-ന് പകരം 100 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. രണ്ടാമത്തെ ദിവസം അത് 150 ആവുന്നു. അതിന് റിവാർഡായി അവർ ജോയ്ക്ക് കുളിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു. ഓരോ ദിവസവും ജോ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഗർഭിണിയായ വൈഫിനെ കാണാൻ അയാൾ ആഗ്രഹിക്കുന്നു. മാത്രമല്ല താൻ ഇല്ലാത്തപ്പോഴും അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നു. ക്രമേണ ജോ മില്ല് ചുറ്റിക്കുന്നതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ തന്റെ ചുറ്റുമുള്ളവരെയും അത് അഫക്ട് ചെയ്യുമെന്ന് ജോ അറിയുന്നില്ല. ജോ 370 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിന്റെ പിറ്റേ ദിവസം ഒരു മനുഷ്യന് 50 റൗണ്ടിൽ കൂടുതൽ മില്ല് കറക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ സിസ്റ്റം എല്ലാവരുടെയും ടാർഗറ്റ് 370 റൗണ്ട് ആക്കുന്നു. 370 റൗണ്ട് മില്ല് കറക്കിയതിന് അവർ ജോയ്ക്ക് അവന്റെ പേരുള്ള ഒരു പെന്ന് ഗിഫ്റ്റായി കൊടുക്കുന്നു. ദേഷ്യം വന്ന ജോ കമ്പനിയെ ശപിക്കുന്നു. പക്ഷെ ബാക്കി എംപ്ലോയീസ് ജോയെ കുറ്റപ്പെടുത്തുന്നു. കാരണം അവൻ ചെയ്തതിന്റെ ഫലമായി എല്ലാവരുടെയും ടാർഗറ്റ് ഇപ്പോൾ കൂടുതലായിരിക്കുന്നു. ഇപ്പോൾ ജോയുടെ ലക്ഷ്യം 370 റൗണ്ട് ആണ്. പക്ഷെ 2 വട്ടം ചുറ്റുമ്പോൾ അത് ഒന്നായി കണക്കാക്കുന്നു. ആ ടാർഗറ്റ് തനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ജോ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അയാൾ ആ ജോലി ഉപേക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. അതേസമയം അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും ഓർമ്മിപ്പിച്ച് സിസ്റ്റം അയാളെ ഭീഷണിപ്പെടുത്തുന്നു. വേറെ വഴിയില്ലാതെ ജോ 740 റൗണ്ട് പൂർത്തിയാക്കുന്നു. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവിടെയുള്ള എല്ലാവരും മരിക്കുമെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ജോലി നിർത്താൻ എല്ലാവരോടും പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആരും പിന്നിലാവുകയുമില്ല, കമ്പനി ആരെയും കൊല്ലുകയുമില്ലെന്ന് പറയുന്നു. എല്ലാവരും അതിന് സമ്മതിക്കുന്നു. ഇതോടെ എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്ന് ജോ വിചാരിക്കുന്നു. പക്ഷെ അന്ന് രാത്രി 0 പോയിന്റ് ഉള്ളവരെ കൊല്ലുമെന്ന് സിസ്റ്റം പറയുന്നു. അത് കേട്ട് മറ്റുള്ളവർ പരിഭ്രാന്തരാകുന്നു. അതൊരു ഭീഷണി മാത്രമാണെന്നും കമ്പനി എല്ലാവരെയും കൊല്ലില്ലെന്നും ജോ പറയുന്നു. പക്ഷെ കുറച്ചു സമയത്തെ സൈലൻസിന് ശേഷം കല്ലുകൾ കറങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. ആരും ജോ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ജോ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. ഗാർഡ് ജോയെ കൊല്ലാനായി വന്നതും ജോ അയാളെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ജോ ഞെട്ടി ഉണരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ഹൈടെക് ഇന്റർവ്യൂ ആണ്. ജോയുടെ പെർഫോമൻസിൽ ആകൃഷ്ടരായ കമ്പനി അയാൾക്ക് ജോലി നൽകുന്നു. നോക്കുമ്പോൾ ആ ഇന്റർവ്യൂ ടൈമിൽ വന്ന ഗാർഡ് അയാളുടെ HR ഹെഡ് ആണ്. അദ്ദേഹം ജോയെ ഓഫീസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ ജോയ്ക്ക് എവിടെ ചെയ്യാനുള്ള ജോലി ട്രെയിനിങ് വീഡിയോസ് കാണുക എന്നുള്ളതാണ്.